ഈ ബാഡ് ഡേയ്സ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ആൻഡ് നമ്മുടെ ആ ഒരു ഡൗൺ മൊമെൻറ്റിൽ എല്ലാവരും വന്നിട്ട് എടി നീ അങ്ങനെ വിചാരിക്കരുത്, നീ പോസിറ്റീവായിട്ടിരിക്കണം, നീ അങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലാണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ലൈക്ക് എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് ആലോചിക്കണം എന്ന് പറയുന്നത് അത് നോർമലല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡൗൺ ഡേയ്സ് ഉണ്ടായിരിക്കും, നമ്മളത്ര മൂഡ് ശരിയാവാത്ത ദിവസങ്ങളുണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാം, അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ആക്ച്വലി എന്നെ തന്നെ ഞാൻ സമാധാനപ്പെടുത്തും. ഇറ്റ് ഈസ് ക്വയറ്റ് നോർമൽ, ലൈക്ക് ഇറ്റ് ഹാപ്പൻസ് വിത്ത് എവ്രി വൺ അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡൗൺ ഡേയ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഫസ്റ്റ് നമ്മളത് വിചാരിക്കണം ദാറ്റ് ഓക്കെ ഇറ്റ് ഈസ് ക്വയറ്റ് നോർമൽ, അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തന്നെ അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമുക്കൊരു കുറച്ച് ആശ്വാസം കിട്ടും ദാറ്റ് നമ്മുടെ സമയമാണ് ഇപ്പം ഒന്ന് ഡൗൺ ആവായിട്ടിരിക്കാനുള്ള, അത് നമ്മൾ അത് ഫേസ് ചെയ്യുക, അത് സ്ട്രൈവ് ചെയ്യുക. ആൻഡ് ഇതൊക്കെ അതിനുവേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കുക. ഇപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്റ്റേ അലോൺ. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഡീൽ ചെയ്യാറ്. ഇപ്പം ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴല്ലെങ്കിൽ ഒന്ന് എടി എനിക്ക് ഇങ്ങനെ പറ്റിയിരിക്കും, അങ്ങനെ അങ്ങനെ ഞാൻ ചെയ്തു പോയി എന്നൊക്കെ പറയുമ്പോഴായിരിക്കും കുറച്ച് പേർക്ക് ആശ്വാസം കിട്ടുക. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഇരുന്ന് ഡീൽ ചെയ്യാനാണ് എനിക്ക് പലപ്പോഴും ഇഷ്ടം. അതായത് ഞാൻ ഒറ്റയ്ക്ക് മാറി ഒരു മൂലയ്ക്ക് പോയിരുന്ന് കുറച്ച് ഒരു മീ ടൈം, ഒരു അലൗഡ് ടൈം ഞാൻ തന്നെ സ്പെൻഡ് ചെയ്യും. സോ ദാറ്റ് എനിക്ക് തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാൻ പറ്റും എന്താണ് നടന്നത്, ലൈക്ക് ഞാൻ ചെയ്തത് തെറ്റായി പോയോ. സെക്കൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം ഫുഡാണ്. ഞാൻ അപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് കൈ കിട്ടണം. ഇച്ചിരി വാശിയാണ്, പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എന്താ പറയുക കുറച്ചുകൂടി ഒരു ബെറ്റർ മൂഡിലോട്ടെത്തും. ചിലപ്പോൾ മന്തി ആയിരിക്കും, ചിലപ്പോൾ പാനിപ്പൂരി ആയിരിക്കും, എന്ത് വേണമെങ്കിലും ചിലപ്പോൾ ഞാൻ സ്വിഗ്ഗി സൊമാറ്റോ വഴി ഞാൻ ഓർഡർ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പോയി കഴിയും. സത്യം പറഞ്ഞാൽ അത് കഴിച്ച് കഴിയുമ്പോഴല്ലോ ഒരു ബെറ്റർ മൂഡ് എനിക്ക് വരും. ലൈക്ക് ഭയങ്കര സൂപ്പറാണെന്നല്ല, പക്ഷെ എന്നാലും ഓക്കെ കൈൻഡ് ഓഫ് ഒരു ഹാപ്പി മൂഡിലോട്ട് ഞാൻ എത്തും. തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഏറ്റവും ഈസിയസ്റ്റ് വേ ടു മേക്ക് മീ ബെറ്റർ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ആക്ച്വലി അതെനിക്കൊരു തെറാപ്പി പോലെയാണ്. എനിക്ക് ആ ഒരു മൊമെൻറ്റിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഞാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് സൂട്ട് മീ ലൈക്ക് സോ മച്ച്. ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം മ്യൂസിക് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്വാസം, എന്താ പറയുക, ഞാൻ ആ ഒരു വിട്ട് പോകും, നമ്മൾ നമ്മുടെ ട്രബിൾസ് നമ്മൾ മറന്നു പോകുന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ആ ഒരു പാട്ടിലങ്ങ് അങ്ങ് ഒഴുകി അങ്ങ് നിന്നോളും കുഴപ്പമില്ലാണ്ട്. സോ ഈ 3 കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്താണ് എൻ്റെ മൂഡിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കുക. പക്ഷെ കുറച്ച് നേരം എടുക്കും. ആ കുറച്ച് നേരം എടുത്തതിന് ശേഷം ഇതൊക്കെ ചെയ്താലേ ഇതൊക്കെ വർക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഉടനെ എൻ്റെ മൂഡ് പോയി അതുകൊണ്ട് എനിക്കിത് വേണം എന്നല്ല, ഞാൻ എനിക്കായിട്ട് ഒരു ടൈം കൊടുക്കും ടു എന്താ പറയുക ഒന്ന് ഓക്കെ ആയി വരാൻ. സോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഈ 3 സ്റ്റെപ്സ് നിങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങളുടെ മൂഡ് മാറും എന്നല്ല, ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരു മൂഡ് പ്രോബ്ലം വരുമ്പോൾ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. ആൻഡ് സ്റ്റേയിങ് പോസിറ്റീവ് ലൈക്ക് ഫോർ 24 hours അത് പോസിബിൾ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പോസിറ്റീവ് ആകണം, നമ്മളെപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിരിക്കുന്ന ഒരാളാവരുത്. അറ്റ് മൊമെൻറ്റ് നമുക്ക് ഇതുപോലത്തെയൊക്കെ ഒരു ഡൗൺ മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എങ്ങനെ ആ ഒരു നെഗറ്റീവിൽ നിന്ന് നമുക്ക് പോസിറ്റീവിലോട്ട് മാറാനായിട്ട് നമ്മളെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. സോ ദാറ്റ്സ് വാട്ട് ഐ വാണ്ടഡ് ടു സേ. ഓക്കെ, സോ ബൈ.